നീ സജീവല്ലടാ. എടാ നിന്നോട് നിന്റെ പെണ്ണുമ്പള സൂപ്പറല്ലടാ. എടാ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞോട്ടാ. എന്താടാ എന്താടാ നീ കടന്ന് ചൊറിയണേ? നീ പേടിച്ച നീ ഡാടാ ഇവിടെ ഡാടാ. എന്ത് നീ ആരടാ നോക്കണേ? ഇവിടെ വെച്ച് നിന്നെ ഇടിക്കില്ലടാ. നിനക്കെന്താ പേടിയാടാ? നിന്റെ വീട്ടുകാരുടെ മുമ്പിലിട്ട് ഇടിക്കില്ലടാ. എന്താ കൽപ്പണ്ടാ? ഒന്നുമില്ലടാ പറയടാ കൽപ്പന. ഒന്നുമില്ലടാ, നീ പൊക്കോ പൊക്കോടാ. എന്തെങ്കിലും സീനുണ്ട് പറഞ്ഞോട്ടാ. ഒന്നുമില്ലെന്ന്. എന്താടാ മുള്ളി പോയി, അല്ലെങ്കിൽ കൈ എന്നിട്ട് ഇവിടെ ഉള്ളായിരുന്നു. പേടിച്ചാ? എന്താടാ അനങ്ങാണ്ട് നിക്കട നീ. വേണോടാ നിനക്ക്? വേണോടാ? കുഞ്ഞാ നിന്നെ ഇടിക്കില്ലടാ. പോട്ടറാ, പോയിട്ട് പറ്റടാ മുത്തേ. മുഖത്തെന്ത് പറ്റി? പട്ടി വട്ടം ചാടിയാണോ? ഇപ്പൊ ഭയങ്കര പട്ടിശല്യാന്നേ. പട്ടി വട്ടം ചാടിയ മുഖം പോക്ക. എത്രേ? 400. ശരി. മോനെ ഒരു വീട്ടിൽ പൊട്ടെടുക്കട്ടെ? വേണ്ട കഴിക്കടാ. വേറെന്താ ഇറച്ചിക്കറി ഉണ്ട്. അതോ ജോലി കിട്ടി പോയാ? ഇഷ്ടായോ ഗീതയ്ക്ക് ഫുഡൊക്കെ? നല്ലായിരുന്നു. ആദി എന്ത് പറ്റി? അനക്കൊന്നുമില്ലല്ലോ. ആഹാ, തൂങ്ങി തുടങ്ങിയോ? വാ കിടന്നു നീ. എന്താണ്? അമ്മേ, എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ എവിടെയാ? അതൊക്കെ അച്ഛന്റെ പഴയ പെട്ടിയില്ലേ മോനെ, അതിലെടുത്തു വെച്ചു. അലമാരിയിലല്ലേ? അല്ലല്ല, ബെർത്തിന്റെ മുകളിലടാ. കൊറേ ഫോട്ടോസ് ഉണ്ട്. മുന്നിൽ കിടന്ന് കളിക്കണം. എന്തൊക്കെ പിള്ളേര് കിടന്ന് കാണിക്കണ ദൈവമേ. മത്സരത്തിനൊന്നും പോണ്ട മോനെ. അവരെന്തെങ്കിലും കാണിക്കട്ടെ. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, നിനക്കെന്താണ്?
എന്താ ഗീതി? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയില്ലേ? പറഞ്ഞാലേ അറിയുള്ളൂ. എന്താണ് കാറിന്റെ മുന്നിൽ സംഭവിച്ചത്? ആരാണ് അവരൊക്കെ? നീ കണ്ടതല്ലേ? എനിക്കറിയില്ല ആരാന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി എന്നുള്ള കാര്യം അറിയാവോ? ഞാൻ നന്ദുവിൻ്റെ വൈഫാണെന്നുള്ള കാര്യം അറിയാവോ? നന്ദു, നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ നന്ദു എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നു. എന്താണ് നിന്റെ അടുത്ത് മറക്കുന്നത്? നിനക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്കില്ല. ഒന്നും മറയ്ക്കുന്നില്ല? ഇല്ല. ഒന്നും മറയ്ക്കുന്നില്ല. അങ്ങനെ പോലെ നന്ദുവിൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അതൊക്കെ എപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ നമുക്കപ്പം സംസാരിക്കാം. ഞാനെന്നാ അവനെ കണ്ടിരുന്നു. ആരെ? എന്റെ റൂട്ടിലിട്ട് അടിച്ചില്ലേ അവനെ. വിനീത് വഴി ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച്. എന്തിന്? തിരിച്ചടിക്കാൻ. അപ്പൊ അതിന് പകരം ചോദിക്കാനാണോ അവരെന്ന് വന്നേ? ആയിരിക്കും. ഇയാൾ അവനെ എന്താ ചെയ്തേ? ഗിരി, നടു റൂട്ടിലിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ടാണ് അവനെ അടിച്ചത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിന്റെ മുന്നിലിട്ടിട്ട്, അതുകൊണ്ട് നിന്റെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവൻ അടിക്കാൻ പോയതും നിന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈലൊക്കെ ഷൂട്ട് ചെയ്തത്. മൊബൈലിൽ ഷൂട്ടോ? ആ, പക്ഷെ അതൊന്നും റെക്കോർഡായില്ല. സത്യമായിട്ട് ഞാൻ അവൻ അടിച്ചു. എന്തൊക്കെ പറയുന്നേ? ഇയാൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? ഗീതി, ഗീതി നിന്നെ കാണിക്കാം. എന്റെ മുന്നിൽ കാണിച്ചിട്ട് എന്തിനാണ്? ഹീറോ അവനെ. ഗീതി, എനിക്ക് വേറെ ആരുടെ മുന്നിലും പ്രൂവ് ചെയ്യണ്ട. പക്ഷെ നിന്റെ മുന്നിൽ എനിക്ക് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിട്ട് ഞാൻ ഇന്ന്. അപ്പൊ ഇന്ന് കൂട്ടുകാരനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാണാൻ പോയത് ഇവനെയാണോ? അപ്പൊ ഇന്നിവിടെ രാവിലെ കാണിച്ച് ഈ പുറത്തു കൊണ്ടുപോയതും പാട്ടുപാടിയതും ഈ പ്രകടനം മൊത്തം ഇതിനു വേണ്ടിയായിരുന്നു? ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്? ടെൻഷൻ ആവണ്ട. ഞാനിതൊക്കെ സോൾവ് ചെയ്തോളാം. തങ്കച്ചാനായിട്ട് കൂട്ടി പോയിട്ട് സോൾവ് ചെയ്തോളാം. നീ ടെൻഷൻ അടിക്കണ്ട. ഞാനിതും വിശ്വസിക്കണോ? സത്യമായിട്ടും വിശ്വസിക്കും. നീ സമാധാനായിട്ടിരിക്കെ. അടിപിടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യും.